നമസ്കാരം. എല്ലാ രാഷ്ട്രീയ ബന്ധുക്കളെയും ബന്ധു രാഷ്ട്രീയക്കാരെയും സ്മരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഏതു പദവിയിലെത്തിയാലും സ്വന്തക്കാരെയും ബന്ധക്കാരെയും മറക്കാത്തവരാണ് ബന്ധുസ്നേഹികൾ. അവർക്കാണ് ബന്ധുബലവും ഉണ്ടാവുക. അല്ലാതെ നല്ല കാലം വരുമ്പോൾ സ്വന്തക്കാരെ കണ്ടാൽ മുഖം തിരിക്കുന്നവരെ ആളുകൾ വെറുക്കും. മക്കൾക്കോ ബന്ധുക്കൾക്കോ യാതൊരു പ്രയോജനവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരായിരുന്ന CPIയുടെ VV രാഘവൻ, CPMലെ പാലുളി മുഹമ്മദ് കുട്ടി എന്നിവർ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടും. പാർട്ടിയിൽ ബന്ധുബലമുള്ള EP ജയരാജൻ ആദ്യ വിഭാഗത്തിലും. 4 മാസം പ്രായമായ LDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ജയരാജൻ സഖാവിനെ പാർട്ടിയിലെ വേണ്ടപ്പെട്ടവരും കൈയൊഴിഞ്ഞ സ്ഥിതിയിലാണ്. നീലമുന്തിരി നീര് ചേരുമപ്പടി ചേർത്ത ചക്കര ചാറിനൊത്തവനാര് അവൻ നിറഞ്ഞു നിന്ന തേക്കടിത്തടാകമോ പകൽ തനിച്ചു മിന്നി മിന്നി നിന്നതാരമോ. ഇത് തികച്ചും സ്വജനപക്ഷപാതമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇത് അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു അഴിമതിയാണ്. ഈ അഴിമതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മന്ത്രി എന്നുള്ള നിലയിൽ തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ള പൊതു താല്പര്യം ഇല്ലാത്ത സ്വകാര്യ വ്യക്തികളെ, ബന്ധുക്കളെയും സ്വന്തക്കാരെയും സഹായിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നടപടിയാണ്. ഇതാണ് കാവ്യനായകൻ. പരസ്യമായി ജയരാജനെ തള്ളിയ മുഖ്യമന്ത്രി പിണറായിയുടെ നിലപാടിൽ പ്രതിപക്ഷത്തിന് തൃപ്തി പോരാ. ശാസന ഒത്തുകളിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇത് പാർട്ടി അറിഞ്ഞും മുഖ്യമന്ത്രി അറിഞ്ഞും നടത്തിയിട്ടുള്ള നിയമനങ്ങളാണ്. വിവാദമായപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി മന്ത്രിയെ ശാസിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ശാസനയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കമ്പനി നോക്കി മര്യാദ ജീവിക്കോ? ജീവിക്കോന്ന് എന്റെ മോനെ കൊല്ലല്ലേ. മുടിയൊക്കെ ഇവിടെ കറ്റ കമന്നെടുത്ത് കഴിഞ്ഞു. ഇതെന്ത് തുറക്കുന്നുണ്ട്? മതിയായില്ല അവരെ തല്ലിയത്. യോജിക്കുന്നു രണ്ടാമതോട്. എന്റെ കുഞ്ഞിനെ തല്ലി കൊല്ലാറാക്കി. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. നിന്റെ ആക്ടിങ് തീരെ ശരിയായില്ല, പ്രത്യേകിച്ച് ശോകാഭിനയം തീരെ പോരാ. ഓ പിന്നെ അപ്പം പഴയ സ്കൂളാ. ആധുനിക നാടക സംഗീതങ്ങളെ കുറിച്ച് അപ്പൻ എന്ത് മണ്ണാങ്കട്ടി അറിയാം. ആധുനികമാണെങ്കിലും പുരാതനമാണെങ്കിലും നാടകമാടാ. അഭിനയിക്കുമ്പോൾ ഉള്ളിത്തട്ടണം. അതില്ലാത്തതുകൊണ്ട് അതിനൊക്കെ ഇന്ന് വരെ ഒരു നല്ല നടൻ കിട്ടിയിട്ടുണ്ടോ? മുമ്പും പാർട്ടിക്ക് തലവേദന നൽകിയിട്ടും നിയമസഭയിൽ അടുത്തിരുത്തി മന്ത്രിസഭയിലെ രണ്ടാമനാക്കിയത് പിണറായിക്ക് ജയരാജൻ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ്. അതാണ് പ്രതിപക്ഷത്തിന് സംശയം തീരാത്തതും. പക്ഷേ ഇത്തവണ പിണറായിക്ക് ശാസനയിൽ മാത്രം ഒതുക്കാനാവില്ല. ഈ കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. താൻ അറിയാതെ ഒരു കരിയില പോലും അനങ്ങില്ല എന്നുള്ള മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇപ്പോൾ വിശുദ്ധനാകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വിശുദ്ധനാകാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വില പോവില്ല. നിനക്ക് താഴെ 2 പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതും കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത്. എന്തിനാ? ഒരു കരപറ്റി കാണാൻ. എന്നിട്ടിപ്പോ നാട് മുഴുവൻ കടവാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ? ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി. അഴിമതിയുടെ ഗണത്തിൽ പെടുത്താവുന്നതിനാൽ വിജിലൻസ് ഡയറക്ടർ അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. വിജിലൻസിന് വിശ്വാസ്യത തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അഴിമതി നടത്താത്ത പാവം കെ ബാബുവിനെ വിജിലൻസ് അനാവശ്യമായി ദ്രോഹിക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ അഴിമതി വിരുദ്ധ നിലപാടും ജനം അറിയട്ടെ. വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ
നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനം ഒരു അഴിമതിയാണ്. 1988 അഴിമതി നിരോധന വകുപ്പിൻ്റെ 13(1)(d) പ്രകാരം അദ്ദേഹം ഒരു അഴിമതി കാട്ടിയിരിക്കുകയാണ്. കുട്ടികാട്ട് കളിച്ചിട്ട് ആ കോണിയും എടുത്തോണ്ട് വാടോ. എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. അയ്യോ, പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. തൈസി ചവിട്ടി കയറ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പിണ്ടാക്കിയതാണോ? പോടാ, നീ പോടാ പട്ടി. 3 വർഷം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഇത് കാണിച്ച് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. മന്ത്രിയുടെ ഭാര്യ സഹോദരിയുടെ പുത്രനെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പ്രമുഖ സ്ഥാപനത്തിൻ്റെ മേധാവിയായി നിയമിച്ച പാതകമേ മന്ത്രി ചെയ്തുള്ളൂ. ഭാര്യ സഹോദരി മുമ്പ് മന്ത്രിയായിരുന്നപ്പോൾ മരുമകളെ ആദ്യം മന്ത്രിമന്ദിരത്തിൽ കുക്കാക്കി. ഉന്നത ബിരുദമുള്ളതിനാൽ പിന്നീട് ഉയർന്ന പദവിയും നൽകി. ഇതെല്ലാം പാർട്ടിയുടെ അറിവോടെ ആയിരുന്നു എന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞ ഭാര്യ സഹോദരി പിന്നീട് അത് തിരുത്തി. അതും പിണറായി കണ്ണുരുട്ടിയപ്പോൾ. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്, അതിൽ തെരുതെരു ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിലെന്നും ഒരു പൊന്നോമലായി മിഴിപൂട്ടുമോർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞുല്ലാസമെല്ലാവർക്കും നൽകിയിടും ഞാൻ. ശ്രീമതി ടീച്ചർ MP-യുടെ മകൻ്റെ നിയമനം മാത്രമാണ് റദ്ദാക്കിയിട്ടുള്ളത്. മുഴുവൻ നിയമനങ്ങളും റദ്ദാക്കണം. ഈ മുഴുവൻ നിയമനങ്ങളും റദ്ദാക്കിയും ഈ അഴിമതി നടത്തിയ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷണമായിട്ടുള്ളത്. ഗ്രീൻ റൂമിൽ അവസാനത്തെ റഷ് അതേട്ടനൊന്ന് കാണായിരുന്നു. എന്താ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക്. ആ പോപ്പ ഫാൻസ് ഒന്നുമല്ല. ടീച്ചറുമായി ബന്ധപ്പെട്ട ആ കാലത്തെ ആ പ്രശ്നത്തിൽ അവർ മകൻ്റെ ഭാര്യയെ നിശ്ചയിച്ചത് പാർട്ടിയോട് ആലോചിച്ചുകൊണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് പ്രൊമോഷൻ കൊടുത്തപ്പോൾ അത് അനുചിതമായ നടപടിയായി. ആ ഘട്ടത്തിൽ നിയമനകാരി അടക്കം പരിശോധിച്ചപ്പോൾ നിയമനം റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു. കാലിന് എന്താ വേദന എന്നറിയോ? എല്ലാം നുറുങ്ങിപ്പോയ പോലെ. ഇവൾ എല്ലാവർക്കും ആരോമലായി ഒളിച്ചിന്തുന്ന പൊന്തീപമായി. വിഷയം ഗൗരവമുള്ളത് തന്നെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ആകെയുള്ള ആശ്വാസം. പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതിൽ കെ കരുണാകരനേക്കാൾ ആശ്രിത വത്സനായ പിണറായി എന്ത് കൊള്ളരുതായ്മ ചെയ്താലും സഹപ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന ഉമ്മൻചാണ്ടി ആയില്ല. എന്തായാലും ആദ്യമായി ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് അവസരം ഒരുങ്ങി. ഇത് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടിയാണ്, അധികാര ദുർവിനിയോഗമാണ്, അക്ഷരാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വ്യവസായ മന്ത്രി EP ജയരാജനെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ തയ്യാറാകണം. UDFൻ്റെ നേതാക്കന്മാർ പറയുന്ന കാര്യമാണല്ലോ. UDF അല്ല LDF, കോൺഗ്രസ് അല്ല CPI. ഒരു സംശയമില്ല, ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും, ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അഴിമതിക്കെതിരെ സമരം ചെയ്ത് അധികാരത്തിൽ വന്നവരാണ് എന്നാണ് ഇവർ പറയുന്നത്. 4 മാസം കൊണ്ട് തന്നെ എല്ലാ ബന്ധുക്കളെയും സുരക്ഷിതമായി പ്രതിഷ്ഠിക്കാനുള്ള ഈ തീരുമാനം അപലപനീയമാണ്. ഇത് പാർട്ടി പ്രശ്നമല്ല, അതാണ് ഏറ്റവും പ്രധാനം. ഇത് പാർട്ടിക്കകത്തുള്ളൊരു പ്രശ്നമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു പ്രതിസന്ധി വരുമ്പോഴേ ബന്ധുവാര് ശത്രുവാര് എന്ന് തിരിച്ചറിയാൻ കഴിയൂ.
ജയരാജന് അതിപ്പോൾ ശരിക്കും മനസ്സിലായി. പാർട്ടിയിലെ യഥാർത്ഥ ബന്ധുക്കൾ എത്ര വേഗം ശത്രുവായി മാറുന്നു എന്ന് പിണറായിക്കും മനസ്സിലായി. അതേ സംബന്ധിച്ച് ഗവൺമെൻറ് ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പറയേണ്ടവരെല്ലാം പറയട്ടെ, തോന്നിയ പോലെ പറയട്ടെ. ഈ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് അത് മോശമായോ? സംശയമില്ല. തങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ല, കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടില്ല. അതിൽ ജാഗ്രത പുലർത്തുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുക മാത്രമേ കരുണ്യമായിട്ടുള്ളൂ. ഈ പറഞ്ഞ വളരെ എനിക്ക് അറിയുന്നില്ല. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ. അരങ്ങത്ത് ബന്ധുക്കൾ, അണിയറയിൽ ശത്രുക്കൾ. ബന്ധുവാര് ശത്രുവാര്. ഇപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന ഈ പ്രശ്നം ഇപ്പോൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ നിയമനങ്ങളെ സംബന്ധിച്ചും പാർട്ടി പരിശോധിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള നിയമനം നടത്തിയത്, ആരാണ് ആ നിയമനം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടി തലത്തിൽ പരിശോധിക്കും. മുന്നണിയിലെ പ്രമുഖ ബന്ധുവിനെ പിന്നെ ബന്ധു എന്ന് കൂട്ടാൻ പറ്റില്ല. തിരുത്തൽ ബന്ധുവാണ്. വലിയേട്ടനെ തിരുത്തുന്ന ചെറിയേട്ടൻ ബന്ധു. മുഖപ്രസംഗവും ഉപദേശവുമായി CPI രംഗത്തെത്തിയിട്ടുണ്ട്. അനർഹമായി കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ തലപ്പത്ത് ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായി ഒഴിവാക്കണം എന്ന അഭിപ്രായം AIVF-നുണ്ട്. സാമൂഹ്യനീതിയും മെറിറ്റും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ സമരങ്ങൾ നടത്തുന്ന ഒരു യുവജന സംഘടന എന്ന നിലയിൽ പിൻവാതിൽ നിയമനങ്ങൾ, വഴിവിട്ട നിയമനങ്ങൾ, സ്വജനപക്ഷപാതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ ഏതെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പുനരാലോചിക്കണം എന്ന് മാത്രമല്ല അവരെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ ഗവൺമെൻറ് കാണിക്കുന്നു. പുറമേ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു, അകമേ കുടിപ്പകയുടെ തീജ്വാലകളെറിയുന്നു. ബന്ധുവാര് ശത്രുവാര്. പല മികച്ച രാഷ്ട്രീയ നേതാക്കൾക്കും മക്കളും ബന്ധുക്കളുമാണ് അവസാന കാലത്ത് പാരയാവുന്നത്. മക്കളെയും ബന്ധുക്കളെയും കരപറ്റിക്കണം എന്ന സ്നേഹ ദൗർബല്യം ഉള്ളവരാണ് രാഷ്ട്രീയക്കാരിൽ കൂടുതലും. അവരെ പാർട്ടിയിൽ ഒരു സ്ഥാനത്തെത്തിച്ചാൽ പോരെ, പൊതുജനത്തിൻ്റെ നികുതിപ്പണം കൊടുക്കുന്ന സ്ഥാനത്തിരുത്തി ജനങ്ങളുടെ പരിഹാസം ഏറ്റുവാങ്ങണോ? വക്രദൃഷ്ടിയിൽ ഇടവേള. RSSന് ഇനി പാൻസ് തിളക്കം. എനിക്കും അടിക്കണ 2 പാന്റ്. ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ബാഹ്യമായ ചിന്തകളിലും പ്രവർത്തന സംവിധാനങ്ങളിലുമൊക്കെ സംഘം കാലാകാലങ്ങളിൽ ആവശ്യമായ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട്.